ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1341 ദിവസമായ ഇന്ന് 2025 ജനുവരി മാസം 15 ബുധനാഴ്ച, 1200 ആണ്ട് മകരമാസം 2 ഗുരുവചനങ്ങളിലൂടെ വേദോക്ത പ്രകാരം ആശ്രമവിധികളെ പരിപാലിക്കുന്ന പുരുഷനെ യോഗികൾ പോലും ബഹുമാനിക്കുന്നു. ആശ്രമവിധികളെ അനുഷ്ഠിക്കുന്നവനാണ് പൂമാൻ എന്ന പേരിന് അർഹൻ എന്ന് താൽപ്പര്യം. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ എൻ കുമാരനാശൻ എഴുതിയ ശ്രീനാരായണ ഗുരു ജീവചരിത്രം എന്ന പുസ്തകത്തിലെ 13-ാം അധ്യായത്തിലെ 3-ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. 1086 തുലാമാസം മുതൽ തിരുവനന്തപുരം, നെയ്യാറ്റിൻകര ഈ താലൂക്കുകളിൽ സ്വജനങ്ങളുടെ ആചാര പരിഷ്കരണ സംബന്ധമായും മറ്റുമുള്ള ചില സംഗതികൾ സംബന്ധിച്ച് മകരം 5 കരിങ്കുളം എന്ന സ്ഥലത്ത് ഒരു മാന്യ ഈഴവ കുടുംബത്തിൽ അതികേമമായി നടന്നുകൊണ്ടിരുന്ന ഒരു താലികെട്ടടിയന്തരം സ്വാമി ചെന്ന് പെട്ടെന്ന് കയറി അപ്പോൾ തന്നെ മുടക്കുകയും മേലാൽ ആ സ്ഥലങ്ങളിൽ ആരും താലികെട്ടടിയന്തരം നടത്തരുതെന്ന് ഉപദേശിക്കുകയും ചെയ്തു. ശിവഗിരി മഠത്തിൽ സംസ്കൃത പാഠശാല ഈ അവസരത്തിൽ പൂർവാധികം പുഷ്ടിപ്പെടുത്തുകയും സംസ്കൃത ഭാഷയ്ക്ക് പുറമെ കണക്ക്, ഇംഗ്ലീഷ് മുതലായ പാഠങ്ങൾ കൂടി ഏർപ്പെടുത്തുകയും അധികം അധ്യാപകന്മാരെ നിയമിക്കുകയും ചെയ്തു. ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ ഈ ആണ്ട് മേടത്തിൽ നടത്തണമെന്ന് സ്വാമി ആദ്യം ആലോചിച്ചു. ചില ഒരുക്കങ്ങൾ പൂർത്തിയാകാത്തതിനാൽ അപ്പോൾ നടത്താൻ സാധിച്ചില്ല. പിന്നെ 1087 ചിങ്ങത്തിൽ സ്വാമിയുടെ ജന്മനക്ഷത്രം സംബന്ധിച്ച് നടത്തുന്നത് നന്നായിരിക്കുമെന്ന് ഭാരവാഹികൾ ചിലരുടെ ഇടയിൽ ആലോചന നടന്നു. അന്നും സാധിച്ചില്ല. 1086 ഇടവത്തിൽ സ്വാമി കരുനാഗപ്പള്ളിയിൽ ചില സ്ഥലങ്ങൾ സഞ്ചരിച്ചു. ആ അവസരത്തിൽ അവിടെയുള്ള 2 പ്രധാന കുടുംബക്കാർ തമ്മിൽ നടന്നുവന്ന ഒരു ആപൽക്കരമായ മത്സരത്തെ രാജിപ്പെടുത്തിയിരുന്നു. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.